ലിയോണലും മാർക്കോയും പോയ ശേഷം അവിടെ സംഭവിച്ചതൊന്നും അറിയാതെ പുറത്തിറങ്ങിയ വാൾട്ട് കഴിഞ്ഞ ദിവസം വീടിന് മുകളിലേക്ക് താൻ വലിച്ചെറിഞ്ഞ പിസ്സയുടെ അവശിഷ്ടങ്ങൾ വൃത്തിയാക്കി. അപ്പോഴും റോഡിന്റെ മറുവശത്തിരുന്ന് മൈക്ക് അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. വാൾട്ട് സേഫ് ആണെന്ന് ഗസിനെ അറിയിച്ച ശേഷം മൈക്ക് അവിടെ നിന്നും തിരികെ പോയി. അപ്പോഴേക്കും ജോലി കഴിഞ്ഞ് തിരികെ വന്ന സ്കൈലർ വീടിന് മുന്നിൽ വാൾട്ടിന്റെ വണ്ടി കണ്ട് അത്ഭുതപ്പെട്ടു. ഉടനെ വാൾട്ടിനെ വിളിക്കുന്ന സ്കൈലർ ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ വീട്ടിൽ കയറിയതെന്നും എത്രയും പെട്ടെന്ന് അവിടെ നിന്നിറങ്ങാനും ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് തന്റെ കൂടി വീടാണെന്നും താൻ എങ്ങോട്ടും പോകുന്നില്ലെന്നും വാൾട്ട് പറഞ്ഞതോടെ അകത്ത് കയറിയ സ്കൈലർ നമ്മൾ ഉടൻ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണെന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ യാതൊരു അവകാശവുമില്ലെന്നും പറഞ്ഞു. എന്നാൽ ഡിവോഴ്സിന് തനിക്ക് സമ്മതമല്ലെന്നും നിയമപരമായി എന്നെ വീട്ടിൽ നിന്നും ഇറക്കിവിടാൻ നിനക്ക് കഴിയില്ലെന്നും വാൾട്ട് മറുപടി നൽകി. അതോടെ സ്കൈലറിന്റെ ഭാവം മാറി. എത്രയും പെട്ടെന്ന് പോയില്ലെങ്കിൽ താൻ പോലീസിനെ വിളിക്കുമെന്നും നിങ്ങൾ മെത്തുണ്ടാക്കുന്ന കാര്യം ഉൾപ്പെടെ എല്ലാം താൻ പോലീസിനോട് പറയുമെന്നും സ്കൈലർ വാൾട്ടിനെ ഭീഷണിപ്പെടുത്തി. എന്നാൽ ഒട്ടും ഭയമില്ലാതെ പോലീസിനെ വിളിച്ചോളാൻ വാൾട്ട് അവളോട് പറഞ്ഞു. സ്കൈലർ ഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. പോലീസ് സ്റ്റേഷനിൽ ഫോൺ റിംഗ് ചെയ്യുന്നതോടെ അവൾ വാൾട്ടിനോട് വീണ്ടും പറഞ്ഞു, ഞാൻ എല്ലാം പറയും, പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഈ കുടുംബമാണ് എനിക്കെല്ലാം, അതില്ലെങ്കിൽ എനിക്ക് മറ്റൊന്നും നഷ്ടപ്പെടാനില്ല. നീ പോലീസിനോട് നിനക്കിഷ്ടമുള്ളത് പറഞ്ഞോ. അതായിരുന്നു വാൾട്ടിന്റെ മറുപടി. അപ്പോഴേക്കും മറുവശത്ത് പോലീസ് ലൈനിൽ വന്നു. തന്റെ പേര് സ്കൈലർ എന്നാണെന്നും താനുമായി വിവാഹമോചനം നേടാൻ പോകുന്ന തന്റെ ഭർത്താവ് വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്നും അവനെ പുറത്താക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ എത്രയും പെട്ടെന്ന് അയക്കണമെന്നും അവൾ ആവശ്യപ്പെട്ടു. വീടിന്റെ അഡ്രസ് അവർക്ക് നൽകിയ ശേഷം പോലീസ് വരുന്നുണ്ടെന്ന് അവൾ വാൾട്ടിനോട് പറഞ്ഞെങ്കിലും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ വാൾട്ട് അവിടെ തന്നെ ഇരുന്നു. പോലീസ് വരുന്നതിനു മുൻപ് സ്കൂൾ വിട്ട് വീട്ടിലെത്തുന്ന വാൾട്ടിന്റെ മകൻ അപ്രതീക്ഷിതമായി അച്ഛനെ വീട്ടിൽ കണ്ട സന്തോഷത്തിൽ വിശേഷങ്ങൾ തിരക്കുകയും വാൾട്ട് അവന് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അല്പസമയത്തിനകം അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ കാണുന്ന മകൻ വാൾട്ടിനെ പുറത്താക്കാനാണ് സ്കൈലർ അവരെ വിളിച്ചതെന്ന സത്യം മനസ്സിലാക്കി അവളോട് ദേഷ്യപ്പെട്ടു. ഇതൊന്നും വകവെക്കാതെ വാൾട്ട് വീട്ടിൽ അതിക്രമിച്ചു കടന്നതാണെന്നും അവനെ അവിടെ നിന്നും പുറത്താക്കണമെന്നും സ്കൈലർ പോലീസിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ വാൾട്ട് അവളെ ശാരീരികമായി ഉപദ്രവിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാക്കുന്ന ഉദ്യോഗസ്ഥർ വീടിന്റെ ഉടമസ്ഥാവകാശം രണ്ടുപേരുടെയും പേരിലായതുകൊണ്ടും കോടതി ഉത്തരവില്ലാത്തതുകൊണ്ടും വാൾട്ടിനെ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നിയമപരമായി കഴിയില്ലെന്ന് അവളോട് പറഞ്ഞു. ഇതിനിടയിൽ പാലിനായി കരഞ്ഞ മകൾ ഹോളിയെ വളരെ സ്നേഹത്തോടെ പരിപാലിക്കുന്ന വാൾട്ട് അടുത്തിടെയായി ചില പിണക്കങ്ങൾ ഞങ്ങൾക്കിടയിൽ സംഭവിച്ചുവെന്നും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്നും പോലീസുകാരോട് പറഞ്ഞു. വാൾട്ടിന്റെ സൗമ്യമായ പെരുമാറ്റവും സംസാരവും ശ്രദ്ധിക്കുന്ന അവർക്ക് വാൾട്ട് ഒരു പ്രശ്നക്കാരനായി തോന്നിയില്ലെങ്കിലും സ്കൈലറിന്റെ ഭയം ശ്രദ്ധിച്ച അവർ നിലവിലെ സാഹചര്യത്തിൽ വാൾട്ടിനെ പുറത്താക്കാൻ മാർഗമില്ലെന്നും ഇനി അതല്ല അയാൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്നതായി അറിയാമെങ്കിൽ അത് ഞങ്ങളോട് പറയാമെന്നും പറഞ്ഞു. ഒരു നിമിഷം വാൾട്ടിന്റെ രഹസ്യങ്ങൾ തുറന്നു പറയാൻ അവൾ ആലോചിച്ചെങ്കിലും അവിടേക്ക് വന്ന മകൻ വാൾട്ടിനെ അനുകൂലിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇതെല്ലാം അമ്മയുടെ തെറ്റാണെന്നും തന്റെ അച്ഛൻ വളരെ നല്ലൊരു മനുഷ്യനാണെന്നും അവൻ പോലീസിനോട് പറഞ്ഞു. അതോടെ വാൾട്ടിനെ വീട്ടിൽ നിന്നും പുറത്താക്കാൻ നിയമപരമായി യാതൊരു കാരണങ്ങളുമില്ലെന്ന് തീർത്തു പറയുന്ന ഉദ്യോഗസ്ഥർ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു കൗൺസിലിംഗ് നമ്പർ സ്കൈലറിന് നൽകിയ ശേഷം അവിടെ നിന്നും പോയി. പോലീസുകാർ പോയ ഉടനെ വാൾട്ടിനെ പുറത്താക്കാൻ പോലീസിനെ വിളിച്ചതിന് മകൻ സ്കൈലറെ കുറ്റപ്പെടുത്തിയെങ്കിലും അമ്മയെ കുറ്റപ്പെടുത്തരുതെന്ന് പറഞ്ഞ് വാൾട്ട് അവനെ സമാധാനിപ്പിച്ചു. തൽക്കാലം നിങ്ങൾ ജയിച്ചു എന്ന മട്ടിൽ വീട്ടിലേക്ക് സ്വാഗതമെന്ന് വാൾട്ടിനോട് പറഞ്ഞ ശേഷം സ്കൈലർ തന്റെ മുറിയിലേക്ക് പോയി. അതേസമയം പുതിയ വീട്ടിൽ താമസമാരംഭിച്ച ജെസ്സി ജെയിന്റെ മരണത്തിൽ നിന്നും പൂർണ്ണമായും മുക്തനായിരുന്നില്ല. അവളെ അത്രമേൽ സ്നേഹിച്ചിരുന്ന അവൻ അവളുടെ നമ്പറിലേക്ക് വിളിച്ച് അവളുടെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത ഹാങ്ങിങ് മെസ്സേജ് കേട്ടുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവനെ കാണാൻ സോൾ അവിടെ എത്തിയത്. അവന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന സോൾ റീഹാബിൽ നിന്നും തിരികെ വന്ന ശേഷം പഴയതുപോലെ മയക്കുമരുന്ന് ഉപയോഗം വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ എന്ന് അവനോട് പ്രത്യേകം അന്വേഷിച്ചു. അതൊന്നുമില്ലെന്ന് പറയുന്ന ജെസ്സി നിങ്ങളിപ്പോൾ എന്തിനാണ് വന്നതെന്ന് സോളിനോട് ചോദിച്ചു. അതോടെ സോൾ തന്റെ ആവശ്യം അവനെ അറിയിച്ചു. കഴിഞ്ഞ ദിവസം താൻ പറഞ്ഞതുപോലെ വാൾട്ടുമായി സംസാരിച്ച് അവനെ വീണ്ടും മെത്തുണ്ടാക്കാൻ സമ്മതിപ്പിക്കാൻ തന്നെ സഹായിക്കണമെന്ന് സോൾ ആവശ്യപ്പെട്ടു. സോളിന്റെ ശല്യം സഹിക്കാൻ പറ്റാതെ താൻ വാൾട്ടിനെ കണ്ട് സംസാരിക്കാമെന്ന് അവൻ സമ്മതിച്ചു. പോകാൻ നേരം സോൾ അവനെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു. ഈ വീട് വാങ്ങിയതോടെ നിന്റെ കയ്യിലുള്ള പണമെല്ലാം തീർന്നിട്ടുണ്ട്. നിലവിൽ നിന്റെ കയ്യിൽ കഷ്ടിച്ച് 5-6 മാസം ജീവിക്കാനുള്ള പണം മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ വാൾട്ടിനെ കൊണ്ട് വീണ്ടും മെത്തുണ്ടാക്കാൻ സമ്മതിപ്പിച്ചാൽ നിനക്ക് വലിയൊരു തുക പ്രതിഫലമായി തരാൻ ഞങ്ങൾ തയ്യാറാണ്. ജെസ്സി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അതേസമയം ഹാങ്കിന് തന്റെ മേലുദ്യോഗസ്ഥന്റെ ഒരു ഫോൺ വന്നു. അയാൾ പറഞ്ഞ വാർത്ത സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഹാങ്ക് തന്റെ സുഹൃത്തായ ഗോമസിനോട് തനിക്ക് വീണ്ടും എൽപാസോയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചുവെന്ന് പറഞ്ഞു. പുറമെ സന്തോഷം
സന്തോഷത്തോടെയാണ് ഹാങ്ക് അത് പറഞ്ഞതെങ്കിലും ഹാങ്കിന്റെ മനസ്സിൽ ഭയം നിറഞ്ഞു. കഴിഞ്ഞ തവണ അവിടെ നടന്ന സംഭവങ്ങൾ അവനിലുണ്ടാക്കിയ മാനസിക സമ്മർദ്ദം അവൻ മറന്നിട്ടുണ്ടായിരുന്നില്ല. അതേസമയം ലിയോണലും മാർക്കോയും ഹെക്ടറിനൊപ്പം ഗസ്സിനെ കാണാനായി അവന്റെ കോഴി ഫാമിലെത്തി. അവനോടൊപ്പം ജുവാൻ ബോൾസ എന്ന മറ്റൊരു മാഫിയ തലവനുമുണ്ടായിരുന്നു. മെക്സിക്കൻ മയക്കുമരുന്ന് മാഫിയ സംഘമായ ജുവാരസ് കാർട്ടലിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളാണ് ബോൾസ. നേരത്തെ പോലീസിന് തങ്ങളെക്കുറിച്ച് വിവരം നൽകിയ ടൊർത്തുഗ എന്ന മാഫിയ തലവനെ കൊന്ന് അവന്റെ തല വെട്ടി അതിൽ ബോംബ് വെച്ച് പോലീസിനെ എൽപാസോയിൽ ആക്രമിച്ചതും ഇതേ ബോൾസയും മാർക്കോയും ലിയോണലും തന്നെയായിരുന്നു. മെക്സിക്കോയിൽ അവർ ഉണ്ടാക്കുന്ന മെത്തിന്റെ അമേരിക്കയിലെ പ്രധാന ഡിസ്ട്രിബ്യൂട്ടറാണ് ഗസ്. ഗസിന്റെയും മെക്സിക്കൽ കാർട്ടലിന്റെയും ഇടയിലുള്ള പ്രധാന കണ്ണിക്കൂടിയാണ് ബോൾസ. അതുകൊണ്ടാണ് അവർ ഗസ്സിനെ കാണാൻ വന്നപ്പോൾ അയാളെ കൂടെ കൂട്ടിയത്. ശേഷം അവർ ഗസ്സുമായി സംസാരിച്ചു. തങ്ങളുടെ സഹോദരനായ ടൂക്കോയെ ചതിച്ചു കൊലപ്പെടുത്തിയ വാൾട്ടിനെ വകവരുത്തുക എന്നതാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്ന ബോൾസ ഗസ്സിന് അയാളെ കൊല്ലുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. അയാൾ നിലവിൽ തന്റെ കൂടെയാണ് ജോലി ചെയ്യുന്നതെന്നും തന്റെ ബിസിനസ് നന്നായി നടക്കാൻ വാൾട്ട് ജീവനോടെ ഇരിക്കേണ്ടത് തന്റെ ആവശ്യമാണെന്നും പറയുന്ന ഗസ് തന്റെ അധികാര പരിധിയിലുള്ള ഒരു വ്യക്തിയെ കൊലപ്പെടുത്താൻ താൻ അനുവദിക്കില്ലെന്നും നിങ്ങൾ അത് ചെയ്താൽ അത് കാട്ടൽ നിയമത്തിന് എതിരാണെന്നും ബോൾസയോട് പറഞ്ഞു. ഗസ്സിന്റെ വാക്കുകൾ കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന മാർക്കോയെ ബോൾസ കാട്ടലിന്റെ നിയമങ്ങൾ ഓർമ്മിപ്പിച്ചു. ഗസ് കാട്ടലിന്റെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് പങ്കാളിയാണെന്നും കാട്ടലിന്റെ നിയമപ്രകാരം ഗസ്സിന്റെ അധികാര പരിധിയിലുള്ള ഒരു കാര്യത്തിൽ ഇടപെടാനോ അവന്റെ ബിസിനസ് തകർക്കാനോ അവർക്ക് അവകാശമില്ലെന്നും ബോൾസ അവനോട് പറഞ്ഞു. എന്നാൽ അവരെ പിണക്കുന്നത് ബുദ്ധിയല്ല എന്നറിയാമായിരുന്ന ഗസ് അവർക്കൊരു ഉറപ്പ് നൽകി. വാൾട്ടുമായി തനിക്ക് കുറച്ചു മാസങ്ങൾ കൂടി ബിസിനസ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾക്കവനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുവരെ അവനെ ഒന്നും ചെയ്യാൻ പാടില്ല. ശേഷം ഗസ്സിനോട് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ബോൾസ ഒരു കാര്യം തീർത്തു പറഞ്ഞു. അവരുടെ സഹോദരനെ കൊന്നവനോടുള്ള പ്രതികാരം അവർക്ക് വളരെ വലുതാണ്. അതുകൊണ്ട് അധിക കാലം അവരെ പിടിച്ചു നിർത്താൻ തനിക്ക് കഴിയില്ലെന്നും എത്രയും പെട്ടെന്ന് പറഞ്ഞ പോലെ കാര്യങ്ങൾ നീക്കാനും പറഞ്ഞ ശേഷം അവർ അവിടെ നിന്നും പിരിഞ്ഞു. അതേസമയം സ്കൈലർ വീണ്ടും തന്റെ വക്കീലിനെ ചെന്ന് കണ്ട് വീട്ടിൽ നടന്ന കാര്യങ്ങളും ഡിവോഴ്സിന്റെ സാധ്യതകളും സംസാരിച്ചു. തന്നോട് അനുവാദം ചോദിക്കാതെ വീട്ടിൽ തിരിച്ചെത്തിയ വാൾട്ട് വിവാഹമോചനത്തിന് തയ്യാറാകുന്നില്ലെന്നും അവിടെ തന്നെ താമസിക്കാനാണ് അവന്റെ ഉദ്ദേശമെന്നും പറയുന്ന സ്കൈലർ കഴിഞ്ഞ ദിവസം താൻ പോലീസിനെ വിളിച്ചപ്പോൾ എല്ലാ സത്യങ്ങളും പറയേണ്ടതായിരുന്നു എന്ന് അബദ്ധത്തിൽ വക്കീലിനോട് പറഞ്ഞു. എന്ത് സത്യങ്ങളെന്ന് വക്കീൽ ചോദിച്ചപ്പോൾ പതറിയ സ്കൈലർ ഒന്നുമില്ലെന്ന് പറഞ്ഞൊഴിയാൻ ശ്രമിച്ചെങ്കിലും വക്കീൽ വിട്ടില്ല. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാതെ തനിക്ക് കൃത്യമായൊരു നിയമോപദേശം നൽകാൻ കഴിയില്ലെന്ന് അവർ വ്യക്തമാക്കിയതോടെ തന്റെ ഭർത്താവ് മെത്തുണ്ടാക്കുന്ന ഒരു ഡ്രഗ് ഡീലറാണെന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് കേട്ട വക്കീൽ ഉടൻ തന്നെ ഭർത്താവിനെതിരെ വിവാഹമോചനത്തിന് കേസ് കൊടുക്കാനും പോലീസിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അവനെ അകത്താക്കാനും പറഞ്ഞു. എന്നാൽ സ്കൈലർ അതിന് തയ്യാറായില്ല. തന്റെ അച്ഛൻ ഒരു ഡ്രഗ് ഡീലറാണെന്ന സത്യം തന്റെ മകൻ അറിയാൻ പാടില്ലെന്നായിരുന്നു അവളുടെ പക്ഷം. മയക്കുമരുന്ന് കച്ചവടക്കാർ എപ്പോൾ വേണമെങ്കിലും പോലീസിന്റെ കയ്യിൽ പെടാമെന്നും അതുകൊണ്ട് സ്കൈലർ പറയുന്നത് പോലെ എല്ലാ കാലവും അത് മറച്ചു പിടിക്കാൻ കഴിയില്ലെന്നും വക്കീൽ പറഞ്ഞു. എന്നാൽ വാൾട്ടിന് ക്യാൻസർ ഉള്ളതിനാൽ അവൻ അധികം വൈകാതെ മരിക്കുമെന്നും അപ്പോൾ മറ്റാരും അറിയാതെ തന്നെ ഈ പ്രശ്നങ്ങൾ തനിയെ അവസാനിച്ചോളുമെന്നും പറയുന്ന സ്കൈലർ തൽക്കാലം കേസിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചു. അതേസമയം ഹാങ്കും ഗോമസും ഒരു ലോക്കൽ ബാറിൽ പോയി മദ്യപിക്കുകയാണ്. ഒട്ടും വൃത്തിയില്ലാത്ത കുറ്റവാളികളും ഗുണ്ടകളും മാത്രം വരുന്ന ആ ബാറിലേക്ക് തന്നെ കൊണ്ടുവന്നതിന് ഗോമസ് ഹാങ്കിനോട് പരാതി പറഞ്ഞു. ഇതിനിടയിൽ ബാറിൽ ഉണ്ടായിരുന്ന രണ്ട് ഗുണ്ടകൾ മയക്കുമരുന്ന് കൈമാറ്റം ചെയ്യുന്നത് ശ്രദ്ധിക്കുന്ന ഹാങ്ക് അത് ഗോമസിനോട് പറഞ്ഞപ്പോൾ അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ലെന്നും ലോക്കൽ പോലീസിനെ അറിയിക്കാമെന്നും ഗോമസ് പറഞ്ഞെങ്കിലും ഇത് നമുക്ക് തന്നെ കൈകാര്യം ചെയ്തുകൂടെ എന്ന് ഹാങ്ക് ചോദിച്ചു. എന്നാൽ അതിന്റെ ആവശ്യമില്ലെന്ന് പറയുന്ന ഗോമസ് ലോക്കൽ പോലീസിനെ വിളിച്ചു പറഞ്ഞ ശേഷം അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴേക്കും പുറത്തേക്ക് പോയ ഹാങ്ക് തന്റെ കയ്യിലെ തോക്ക് വണ്ടിയിൽ വെച്ച ശേഷം ഒന്ന് മൂത്രമൊഴിച്ചു വരാമെന്ന് ഗോമസിനോട് പറഞ്ഞ് അകത്തേക്ക് പോയി. അകത്തെത്തിയ ഹാങ്ക് ആ ഗുണ്ടകളുമായി മയക്കുമരുന്ന് കൈമാറിയതിന്റെ പേരിൽ ഏറ്റുമുട്ടി. അവർ തമ്മിൽ ഒരു വലിയ അടി തന്നെ അവിടെ നടന്നു. ഒറ്റയ്ക്ക് അവരെ മർദ്ദിച്ച് കീഴ്പ്പെടുത്തിയ ഹാങ്ക് താൻ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്തു. തിരികെ ഓഫീസിലെത്തിയ ശേഷം നീ മരിക്കാൻ വേണ്ടിയാണോ തോക്ക് വണ്ടിയിൽ വെച്ച് അവരോട് തല്ലുകൂടാൻ പോയതെന്ന് ഗോമസ് ഹാങ്കിനോട് ചോദിച്ചെങ്കിലും ഹാങ്ക് മറുപടിയൊന്നും പറഞ്ഞില്ല. എൽപാസോയിലേക്ക് തിരികെ പോകേണ്ടി വന്നതിലുള്ള മാനസിക സമ്മർദ്ദവും ഭയവും മറക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഹാങ്ക് അവിടെ നടത്തിയത്. അതേസമയം ജെയിനിന്റെ ഓർമ്മകൾ കാരണം ഉറക്കം നഷ്ടപ്പെട്ട ജെസ്സി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. ഈ സമ്മർദ്ദത്തിൽ നിന്നും പുറത്തു കടക്കാൻ പഴയതുപോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് ചിന്തിക്കുന്ന അവൻ തന്റെ വാനുമായി നേരെ മരുഭൂമിയിലേക്ക് പോയി. അവിടെ വെച്ച് അവൻ തനിക്ക് ആവശ്യമായ മെത്തുണ്ടാക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങിയ സ്കൈലറിന് മുന്നിൽ വാൾട്ട് തന്റെ സമ്പാദ്യമായ $5 ലക്ഷം വെച്ച ശേഷം ചില കാര്യങ്ങൾ സംസാരിച്ചു. അവളെ തന്റെ ഭാഗം പറഞ്ഞു
പറഞ്ഞ് മനസ്സിലാക്കാനുള്ള വാൾട്ടിന്റെ അവസാന ശ്രമമായിരുന്നു അത്. തുടർന്ന് ആ പണം എന്തിനൊക്കെ ഉള്ളതാണെന്ന് വാൾട്ട് അവൾക്ക് വിശദീകരിച്ചു കൊടുത്തു. മകന്റെയും മകളുടെയും പഠനം, കുടുംബത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ്, മകന്റെ ചികിത്സാ ചിലവുകൾ, ഒപ്പം സ്കൈലറിന് ലഭിക്കുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് ഒരിക്കലും തീർക്കാൻ സാധിക്കാത്ത വീടിന്റെ ലോൺ. താൻ മരിച്ചാലും നിങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കണം എന്ന ഒരൊറ്റ കാരണം മുന്നിൽ കണ്ടാണ് താൻ ഈ പണം ഉണ്ടാക്കിയത്. എന്നാൽ അതിന് താൻ തിരഞ്ഞെടുത്ത വഴി കുറച്ചു മോശമായിരുന്നു എന്നത് താൻ സമ്മതിക്കുന്നു എന്ന് പറയുന്ന വാൾട്ട് ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ലെന്നും തനിക്ക് മാപ്പ് തരണമെന്നും അവളോട് അപേക്ഷിച്ചു. ഇത്രയും കേട്ട സ്കൈലർ എന്ത് പറയണമെന്നറിയാതെ അവന്റെ മുന്നിൽ നിന്നു. നീ ഓഫീസിൽ പോയി വരുമ്പോഴേക്കും ആലോചിച്ച് ഒരു തീരുമാനം പറഞ്ഞാൽ മതിയെന്ന് വാൾട്ട് അവളോട് പറഞ്ഞ ശേഷം അവൾ ഓഫീസിലേക്ക് പോയി. ഓഫീസിലെത്തിയ സ്കൈലർ ചിലതൊക്കെ തീരുമാനിച്ചിരുന്നു. വീട്ടിൽ നിന്നും വാൾട്ടിനെ നിയമപരമായി പുറത്താക്കാൻ കഴിയില്ലെന്നും മകന്റെ ഭാവിയെ ഓർത്ത് പോലീസിനോട് സത്യങ്ങൾ പറയാൻ സാധിക്കില്ലെന്നും മനസ്സിലാക്കിയ അവൾക്ക് മയക്കുമരുന്ന് വിറ്റുണ്ടാക്കിയ ആ പണവും തന്നെ അനുസരിച്ച് ജീവിച്ചിരുന്ന വാൾട്ടിനുണ്ടായ മാറ്റങ്ങളും ഒരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. വാൾട്ടിനെ മാനസികമായി തകർക്കാനും തന്റെ മനസ്സിൽ ഇനി അവനൊരു സ്ഥാനവുമില്ലെന്ന് അവനെ ബോധ്യപ്പെടുത്താനും അവൾ ഒരു വഴി കണ്ടെത്തി. അവളോട് ചെറിയ താല്പര്യമുണ്ടായിരുന്ന ടെഡുമായി അടുക്കുക, ശേഷം അത് വാൾട്ടിനെ അറിയിക്കുക. തനിക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് അറിയുമ്പോൾ അവൻ തന്നെ ഉപേക്ഷിച്ചു പൊയ്ക്കോളുമെന്നവൾ കണക്കുകൂട്ടി. ശേഷം ഓഫീസിൽ വെച്ച് അവൾ ടെഡുമായി അടുക്കുകയും അവനോടൊപ്പം വീട്ടിൽ പോയി കിടപ്പറ പങ്കിടുകയും ചെയ്തു. അന്ന് വൈകുന്നേരം സ്കൈലർ വീട്ടിലെത്തിയപ്പോൾ വാൾട്ട് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അവളോട് വളരെ മാന്യമായി പെരുമാറാൻ ശ്രമിക്കുന്ന വാൾട്ടിന്റെ മുഖത്ത് നോക്കി അവൾ ആ സത്യം പറഞ്ഞു. ഞാൻ ടെഡുമായി കിടപ്പറ പങ്കിട്ടു. താൻ അത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രതീക്ഷകളും കുടുംബമെന്ന സ്വപ്നവും ഒറ്റ നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞ വാൾട്ട് ശ്വാസം നിലച്ചതുപോലെ അവിടെ നിന്നു. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ സ്കൈലർ അപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മകന്റെ അടുത്തേക്ക് പോയി അവരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു.